ഈ ഖുർആൻ ആകാശ ലോകത്തെ നിന്ന് ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. റൂഹുൽ ഖുദ്സ് പരിശുദ്ധാത്മാവ്, അർ-റൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ്, ഷദീദുൽ ഖുവ അതിശക്തൻ, മുതാഇൻ സമ്മ അമീൻ ആകാശലോകത്ത് അനുസരിക്കപ്പെടുന്ന വിശ്വസ്തനായ മലക്ക്, ഷദീദുൽ ഖുവ അതികഠിനമായ ശക്തിയുള്ളവൻ. ആ മലക്കാണ് ഈ ഖുർആൻ ആകാശലോകത്ത് നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ രാവിന് വാർഷികമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സിൽ സഞ്ചരിച്ചിട്ടുള്ള ആ രാവുണ്ടല്ലോ, ആ രാവിന് വാർഷികമുണ്ട്. ഓരോ വർഷത്തിലും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആവർത്തനത്തിന് സാക്ഷിയാകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഖള അഹ്ലഹു സ്വയം ഉണരാറുണ്ടായിരുന്നു, തന്റെ കുടുംബാംഗങ്ങളെ ഉണർത്താറുണ്ടായിരുന്നു. വജദ്ദ നിരന്തരമായി രാത്രികളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു. വശദ്ദൽ മിഅ്സർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ട് മുറുക്കിയെടുത്ത് കച്ച കെട്ടിയിറങ്ങുമായിരുന്നു ഈ ആ രാവിന്റെ പവിത്രത വീണ്ടും വീണ്ടും നേടിയെടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മളും ആ പാത പിന്തുടരണം. ആ പാത പിന്തുടർന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നല്ലേ? ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ പ്രകാശവുമായി, വിശുദ്ധ ഖുർആൻ എന്ന പ്രകാശവുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ട്, ഖുർആൻ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ഖുർആനിനെ അനുധാവനം ചെയ്തുകൊണ്ട്, ഖുർആൻ ജീവിതത്തിന്റെ വെളിച്ചമാക്കി മാറ്റിക്കൊണ്ട്, ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അലങ്കരിച്ചുകൊണ്ട് ഖുർആനോടുള്ള ബാധ്യത നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. അല്ലാഹു കരുണാവാരിധിയാണ്, കാരണം അവൻ ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതും മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകി എന്നുള്ളതും ഖുർആൻ അവതരിപ്പിച്ചു എന്നതിന് ശേഷം മാത്രമാണ് അല്ലാഹുവിന്റെ കാരുണ്യമായി മാറുന്നത്. ഖുർആൻ എന്ന മാർഗദർശനമില്ലായിരുന്നുവെങ്കിൽ, ഖുർആൻ എന്ന പ്രകാശമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പോ, മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവോ, മനുഷ്യനുള്ള വിവേചന ബോധമോ വിവേചനാധികാരമോ ഒരിക്കലും ഒരനുഗ്രഹമായി മാറുമായിരുന്നില്ല, ലോകത്തിന്റെ ഒരു ശാപമായി മാറുമായിരുന്നു. അതുകൊണ്ട് ആ ഖുർആൻ അവതരിച്ച അല്ലാഹു, ആ അല്ലാഹു എന്ന പരമപ്രകാശവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കൂ, സുജൂദിലേർപ്പെടൂ. സുജൂദ് എന്ന് പറയുന്നത് അഖ്റബുമാ യകൂനുൽ അബ്ദു ലിറബ്ബിഹി, ഒരു അബ്ദ് തന്റെ നാഥനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൂ. ആ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും, നിങ്ങൾക്ക് കരുത്ത് ലഭിക്കും. ചില നിമിഷാർദ്ധങ്ങളിൽ ആ അല്ലാഹുവായിട്ട് നിങ്ങൾക്കൊരു ടച്ച് കിട്ടും, ഒരു സ്പർശം കിട്ടും. ഒരു വൈദ്യുത സ്പർശം പോലെ അല്ലാഹു നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ആ പ്രകാശവുമായി നിങ്ങൾ ബന്ധപ്പെടുക.